വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗാർലിക് ബ്രെഡാണ്. അത് ഓവനിൽ വെച്ചിട്ടും അല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലും 2 ടേബിൾ സ്പൂണും കൂടി അതിൻ്റെ ഒപ്പം തന്നെ ഒഴിക്കുന്നുണ്ട്. മൊത്തം 1/4 കപ്പും 2 ടേബിൾ സ്പൂണും. അത് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ടോട്ടൽ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്നതിന് 3/4 കപ്പ് പാൽ വേണം. ബാക്കി പാൽ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി വരും. ഇപ്പോൾ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി വലിയൊരു ബൗൾ എടുത്തിട്ട് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 250 ml കപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാൽ കൂടി ഒഴിച്ചിട്ട്, അത് ചെറിയ ചൂടുള്ള പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ടോട്ടൽ ഞാൻ 3/4 കപ്പ് പാലാണ് എടുക്കുന്നത്. ഇതെല്ലായിടവും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലായിടവും നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് അയച്ചെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും നല്ലതുപോലെ നീഡ് ചെയ്തെടുക്കണം. എങ്കിലേ ഈ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണിത്. ഇനി ഒരു ബൗളിൽ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഈ ഡോവിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓയിൽ ഡ്രൈ ആയി പോവാതിരിക്കാൻ. ഇതിനി ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് ഡബിൾ സൈസിലായി കിട്ടും. ചൂടുള്ളിടത്താണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇതായി കിട്ടും. അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഡബിൾ സൈസിലായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. കുറച്ച് കൂടുതലുള്ളത് ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ചെറിയ പീസ്
അല്ലാതെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് നല്ലതുപോലെ ഒന്നുകൂടി നീഡ് ചെയ്തെടുക്കാം. ഒരു ബോളാക്കി എടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ പരത്തിയെടുക്കാം. റോളർ ഉപയോഗിച്ച് പരത്താം, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് പരത്തിയെടുത്താലും മതി. ഒരുപാടങ്ങ് കനം കുറച്ചിട്ട് പരത്തരുത്, കുറച്ച് കനം വേണം. ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് ബട്ടർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഡോവിൻ്റെ ഈ പരത്തി വെച്ചിരിക്കുന്നതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടറും മല്ലിയിലയും ഗാർലിക്കും ഒക്കെ ഉള്ളത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലായിടും നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു പകുതി ഭാഗം മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഒരു സൈഡിൽ നിന്നൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഇത് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോരും. ഇനി ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെ ഒക്കെ ആ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലായിടവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് ഒന്ന് വിതറി കൊടുക്കാം. ഇതിനി ബേക്കിംഗ് ട്രേയിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാൻ ഒന്ന് ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ബേക്കിംഗ് ട്രേ. ഇതുപോലെ തന്നെ അടുത്ത കുറച്ച് ഡോ ഇരിക്കുന്നതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആയതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി, റോളർ വേണമെന്നില്ല. ഇനി ഇതിലേക്ക് ബട്ടറും മല്ലിയിലയും ഗാർലിക്കും കൂടെയുള്ള മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലായിടവും. ഇനി ഇതിലേക്ക് മൊസറല്ല വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. കത്തി ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതും ബേക്കിംഗ് ട്രേയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. ഇതിനി 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെ സ്റ്റൗവിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതിന് ഒരു പാത്രത്തിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് വിതറി കൊടുക്കാം. എല്ലായിടവും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു ട്രേ വെച്ച് കൊടുക്കാം. ഒരടപ്പോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. ഇതിനി 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, ഉപ്പൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ബ്രെഡ് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ, ആദ്യം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്ത ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബേക്കായി കിട്ടി. ഗ്യാസിൽ വെച്ച് ബേക്ക് ചെയ്ത ബ്രെഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ പാകത്തിന് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറ്റാം. ഇത് ഓവനിൽ ബേക്ക് ചെയ്ത പോലെ പുറം ഭാഗം നല്ല ബ്രൗൺ കളർ ആയിട്ടില്ലെന്നേ ഉള്ളൂ. താഴ്ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഓവനില്ലാതെയും വീട്ടിൽ നമുക്ക് ഗാർലിക് ബ്രെഡ് സ്റ്റൗവിൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.